എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് റിയൽമി എന്ന കമ്പനിയുടെ റിയൽമി പാഡിനെ കുറിച്ചാണ്. റിയൽമി ആദ്യമായി പുറത്തിറക്കുന്ന ടാബ്ലറ്റ് എന്ന സവിശേഷത കൂടി ഇതിനുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നതെന്ന് നോക്കാം. റിയൽമി പാഡിൽ 10.4 ഇഞ്ച് WUXGA പ്ലസ് 2200 പിക്സൽസ് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഒരു ദൃശ്യ അനുഭവത്തോടുകൂടി തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. റിയൽമി പാഡ് രൂപകൽപ്പന ചെയ്യുന്നതിന് കമ്പനി 6.9 മില്ലിമീറ്റർ കനവും 440 ഗ്രാം ഭാരവുമുള്ള ഒരു അലുമിനിയം ബോഡിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് സ്ക്രീൻ ടു ബോഡി അനുപാതം 82.5%. ഇരുട്ടിൽ കണ്ണിന്റെ ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിന് നൈറ്റ് മോഡ് നൽകിയിട്ടും ഉണ്ട്. ഇതിൽ വെളിച്ചം 2 നിറ്റ് വരെ കുറയ്ക്കുവാനും സാധിക്കും. റിയൽമി പാഡിൽ പുറത്ത് നല്ല സൂര്യപ്രകാശത്തിൽ ഉപയോഗിക്കുമ്പോൾ സ്ക്രീനിന്റെ പരമാവധി തെളിച്ചത്തിലേക്ക് മാറാനുള്ള സൺലൈറ്റ് മോഡും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാണുവാനും സാധിക്കും. റിയൽമി പാഡിൽ MediaTek Helio G80 പ്രൊസസ്സറാണ് നൽകിയിരിക്കുന്നത്. 3 GB RAM, 4 GB RAM, 32 GB, 64 GB പിന്നെ വൈഫൈ മാത്രമുള്ളതും 4 GB സിം ഇടാൻ കഴിയുന്നതുമായിട്ടുള്ള വേരിയന്റുകളാണ് ഉള്ളത്. റിയൽമി പാഡിൽ സൗണ്ട് സെക്ഷൻ നോക്കുമ്പോൾ ഡോൾബി അറ്റ്മോസും ഹൈ റൈസ് ഓഡിയോ ടെക്നോളജിയും നൽകുന്ന 4 സ്റ്റീരിയോ സ്പീക്കറുകളുമായിട്ടാണ് റിയൽമി പാഡിൽ നൽകിയിട്ടുള്ളത്. വീഡിയോ കോളിങ്ങിനിടയിലും ഓൺലൈൻ കോൺഫറൻസുകളിൽ പങ്കെടുക്കുമ്പോൾ ശബ്ദം ലഭിക്കുവാൻ വേണ്ടി ഇരട്ട മൈക്രോഫോണുകളും നൽകിയിട്ടുണ്ട്. റിയൽമി പാഡിൽ Android 11 ആണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ പുതിയ റിയൽമി UI 4 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നൽകിയിരിക്കുന്നത്. അടുത്തത് ഇതിൻ്റെ ചാർജിംഗ് സെക്ഷനിലേക്ക് നോക്കുമ്പോൾ 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിനെ പിന്തുണയ്ക്കുന്ന 7100 mAh ബാറ്ററിയാണ് റിയൽമി പാഡിൽ നൽകിയിട്ടുള്ളത്. OTG കേബിൾ വഴി റിവേഴ്സ് ചാർജിങ്ങും ടാബ്ലറ്റ് പിന്തുണയ്ക്കുന്നുണ്ട്. റിയൽമി പാഡിൽ 2 കളർ വേരിയന്റുകൾ ആണ് ഉള്ളത്. റിയൽ ഗോൾഡ്, റിയൽ ഗ്രേ എന്നീ നിറങ്ങളിൽ ലഭിക്കും. ഇതിന്റെ ക്യാമറ സെക്ഷനിലോട്ട് വരുമ്പോൾ 8 MB പ്രൈമറി ക്യാമറയും 8 MB ഫ്രണ്ട് ക്യാമറയും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമറയൊക്കെ സാധാ ടാബ്ലറ്റിനേക്കാൾ ഒരു നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ നമുക്ക് കാണുവാനും സാധിക്കും. ഇനി നമുക്ക് ബോക്സിനുള്ളിൽ എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നതെന്ന് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ടാബ്ലറ്റ് കാണാവുന്നതാണ്. അത് നമുക്ക് തൽക്കാലം ഇങ്ങോട്ട് മാറ്റിവെക്കാം. അതിനുള്ളിൽ ഒരു ബോക്സ് കാണാവുന്നതാണ്. ഇതിൽ ഒരു യൂസർ മാനുവൽ നൽകിയിട്ടുണ്ട്. പിന്നെ അടുത്ത ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ചാർജറും ഒരു ചാർജിങ് ചെയ്യാനുള്ള Type-C കേബിളും നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു സിം ഇജക്ടർ പിന്നും നൽകിയിരിക്കുന്നു. സിം ഇടുവാൻ സാധിക്കുന്ന ഒരു മോഡലാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ ബാക്ക് ബോഡിയൊക്കെ വരുന്നത് മെറ്റൽ ബോഡിയാണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാരം 440 ഗ്രാമാണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ താഴത്തെ സൈഡിൽ 2 സ്പീക്കർ വെൻറ്റുകളും ഒരു ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു Type-C പോർട്ടും പിന്നെ ഹെഡ്ഫോൺ ജാക്ക് കൊടുക്കുവാനായി ഒരു പോർട്ടും നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ വലത് സൈഡിൽ സിം ഇടുവാനായിട്ടുള്ള ഒരു പോർട്ടും 2 മൈക്രോഫോണും പിന്നെ വോളിയം കൂട്ടുവാനും കുറയ്ക്കുവാനുള്ള ഒരു ബട്ടണും നൽകിയിരിക്കുന്നു. മുകളിലത്തെ സൈഡിൽ 2 സ്പീക്കർ വെൻറ്റുകളും ഒരു പവർ ഓണും ഓഫും ചെയ്യാനുള്ള ബട്ടണും നൽകിയിരിക്കുന്നു. ഇടത് സൈഡിൽ യാതൊന്നും നൽകിയിട്ടില്ല. ഇതിൻ്റെ സിം ഇടുന്ന ട്രേയിൽ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡും ഇടുവാനുള്ള സ്ലോട്ടും നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സൗണ്ടൊക്കെ നല്ല ബാലൻസ്ഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. 4 സ്പീക്കറുകൾ ഉള്ളതുകൊണ്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് നൽകിയിട്ടുള്ളത്. സൗണ്ടിനൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. സൗണ്ടൊക്കെ നല്ല ക്വാളിറ്റിയോട് തന്നെയാണ് കേൾക്കുവാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ ക്വാളിറ്റിയൊക്കെ നല്ല കിടിലം
ക്വാളിറ്റി തന്നെയാണ്. ഇതിൻ്റെ എല്ലാ സൈഡിൽ നിന്ന് നോക്കിയാലും നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ടാബ്ലറ്റിനെ കുറിച്ച് മൊത്തത്തിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു ടാബ്ലറ്റാണിത്. കാരണം ഇതിൻ്റെ വില എന്ന് പറയുന്നത് ബാക്കിയുള്ള ടാബ്ലറ്റിനെ കാട്ടി കുറച്ചുകൂടി വില കുറവാണ്. നല്ല സ്പെസിഫിക്കേഷനും എല്ലാം നല്ലത് ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദി.